അടുത്തൊരു എക്സാമിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ 14ാമത്തെ മോക്ക് ടെസ്റ്റാണ്. 13 മോക്ക് ടെസ്റ്റ് എഴുതാത്തത് അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇത് എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേന എടുത്ത് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷൻ LDC PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ഫീസാണ് അത് വരുന്നത് 99 രൂപ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, അത് കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്, CRT ഓൾഡ് ആൻഡ് ന്യൂ, അതുപോലെ തന്നെ ഡെയിലി എക്സാം ഇത് ഉൾപ്പെടുന്നതാണ് LDC PDF ബാച്ച് എന്ന് പറയുന്നത്. 10th പ്രിലിംസിൻ്റെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരോ 949688221117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്ന, അതുപോലെ CA നോട്ടും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യങ്ങളാണ്. മെഡിസെപ്പ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. മെഡിസെപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം തുക എത്ര എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് ഏത്? മൂന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര? നാലാമത്തെ ചോദ്യം, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏത്? അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അനീമിയ വിമുക്ത പഞ്ചായത്ത് ഏത്? ആറാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു താഴെ പറയുന്നതിൽ ഏതാണ്? ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡിയിൽ തെറ്റായത് ഏത്? വിറ്റാമിൻ എ നിശാന്തത, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി കണ, വിറ്റാമിൻ കെ വന്ധ്യത. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായ നഗരം ഏത്? ഒൻപതാമത്തെ ചോദ്യം, മനുഷ്യ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? പത്താമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ പുരുഷന്റെ നട്ടെല്ലിൻ്റെ ശരാശരി നീളം എത്ര? 11ാമത്തെ ചോദ്യം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര്? 12ാം ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതെ ഇരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കണ്ടാൽ പുറത്തുവിടുന്ന റിട്ട് ഏത്? 13ാമത്തെ ചോദ്യം, പുതുച്ചേരിയുടെ 11ാമത് മുഖ്യമന്ത്രി ആര്? 14ാമത്തെ ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര്? 15ാമത്തെ ചോദ്യം, 2026 വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വിജയ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ഏത്? 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡേറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം. 18ാമത്തെ ചോദ്യം, ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും ചേർത്ത് വിളിക്കുന്നത്. 19ാമത്തെ ചോദ്യം, ഭൗമ ഉപരിതലം മുതൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന വായുവിൻ്റെ ഭാരത്തെ എന്ന് പറയും. 20ാമത്തെ ചോദ്യം, തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? 21ാമത്തെ ചോദ്യം, ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏകദേശ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതി അല്ലാത്തത് ഏത്? ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത സാരം, ജാതിക്കുമി. 24ാമത്തെ ചോദ്യം, 1000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എത്ര? 25ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷം അല്ലാത്ത വർഷം ഏത്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും. ഇനി നമുക്ക് ഉത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഉത്തരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് VFAയുടെ മോഡൽ എക്സാം വേണമെന്നുള്ളവർ VFA കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ആദ്യത്തെ ചോദ്യം, മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ പ്രീമിയം തുക എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 687 രൂപ. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വിശപ്പിൻ്റെ രോഗം എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് മരാസ്മസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് 20. നാലാമത്തെ ചോദ്യം, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അനീമിയ വിമുക്ത പഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് മൈലപ്ര. ആറാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു താഴെ പറയുന്നതിൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് അയൺ. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡിയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റാമിൻ എ നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന നിശാന്തത ശരിയാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി, ശരിയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണ. വിറ്റാമിൻ കെയുടെ കുറവ് മൂലമല്ല എന്ത് ഉണ്ടാകുന്ന വന്ധ്യത ഉണ്ടാകുന്നത്. ഏതാണ്? വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണ് വന്ധ്യത ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? വിറ്റാമിൻ കെ എന്നാണ്. ഓക്കെ, അത് വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന എന്താ? ഹീമോഫീലിയ, അതായത് രക്തം കട്ടപിടിക്കുക, രക്തസ്രാവം. അടുത്ത് എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥാപിതമായ നഗരം എന്നതാണ്. ഓപ്ഷൻ സി ആണ് ചെന്നൈ. അടുത്ത് ഒമ്പതാമത്തെ ചോദ്യം, മനുഷ്യ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് 33. പത്താമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ പുരുഷൻ്റെ നട്ടലിലെ ശരാശരി നീളം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് 71 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്നാൽ ഇവിടെ വ്യത്യാസം വരുന്നത് ഈ 61 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 61 സ്ത്രീയുടെ നട്ടലിലെ ശരാശരി നീളം. ഓക്കെ, പ്രായപൂർത്തിയായ സ്ത്രീയുടെ നട്ടലിലെ ശരാശരി നീളം എത്രയെന്ന് വെച്ചാൽ 61 സെൻറ്റിമീറ്ററും പുരുഷനാണെങ്കിൽ 71 സെൻറ്റിമീറ്ററാണ്. അടുത്ത 11ാമത് ചോദ്യം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. 12ാമത് ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതെ ഇരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തി അവകാശത്തെ ഹനിക്കപ്പെടുന്നതായി കണ്ടാൽ പുറത്തുവിടുന്ന റിട്ട് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് മാൻഡമസ് റിട്ട്. അടുത്ത 13ാമത് ചോദ്യം, പുതുച്ചേരിയുടെ 11ാമത് മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ ബി ആണ് N രംഗസ്വാമി. അടുത്ത 14ാമത് ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നമുക്കിവിടെ ബാക്കിയുടെ മുഖ്യമന്ത്രിമാരോട് നോക്കാം. ഹിമന്ത ബിശ്വ ശർമ്മ എവിടത്തെയാണ്? ആസാമിൻ്റെയാണ്. ഓക്കെ, ആസാം. സുവേന്ദു അധികാരി എവിടത്തെയാണ്? ബംഗാൾ. ഓക്കെ, ബംഗാളിൻ്റെയാണ് സുവേന്ദു അധികാരി. വിജയ് എവിടത്തെയാണ്? വിജയ് തമിഴ്നാട്. ഓക്കെ, അടുത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ്. ഓപ്ഷൻ സി ആണ് ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥൻ, മറന്നുപോരുത്. അടുത്ത് 15ാമത്തെ ചോദ്യം, 2026 വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് നേടിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് യാനിക് സിന്നർ. 2025 യാനിക് സിന്നർ ആയിരുന്നു. ഓക്കെ, 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ജുൻഹഗിരി എന്നാണ്. ജുൻഹഗിരി. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഓർത്തുവയ്ക്കുക, ജുൻഹഗിരി ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലാണ്. കർണൂൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കേട്ടോ. ജിയോ മൈസൂർ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് എന്താണ് സ്വർണ്ണഖനിയിലെ ഖനനവും എല്ലാം നടത്തുന്നത്. അപ്പോൾ ജുൻഹഗിരിയാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്വർണ്ണഖനി എന്ന് പറയുന്നത്. അടുത്ത 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗബാധിതരുടെ ഡേറ്റ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് കേരളമാണ്. ഓർത്തുവയ്ക്കുക, കേരളം, അതായത് റയർ ഡിസീസ് രജിസ്ട്രി. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി റയർ ഡിസീസ് രജിസ്ട്രി തയ്യാറാക്കുന്നത് കേരളമാണ്. ഓക്കെ, നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോടെ NHM
നാഷണൽ ഹെൽത്ത് മിഷൻ NHM അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോടെ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വഴി ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വഴിയാണ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വഴിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാ? മുരളീധരൻ, വി മുരളീധരൻ. കെ മുരളീധരൻ, വി മുരളീധരൻ അല്ല, കെ മുരളീധരൻ. അപ്പോൾ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ആരാ? JP നഡ്ഡ. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിച്ചാൽ KP നഡ്ഡയും, കേരളത്തിലാണെങ്കിൽ കെ മുരളീധരൻ. അടുത്ത 12ാമത്തെ ചോദ്യം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും ചേർന്ന് വിളിക്കുന്നത് എന്തെന്നാണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, നീർത്തടം. അടുത്ത് 19ാമത്തെ ചോദ്യം. ഭൗമ ഉപരിതലം മുതൽ അന്തരീക്ഷൻ്റെ മുകൾ പരപ്പ് വരെ ഒരു നിശ്ചിത സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന വായുവിൻ്റെ ഭാരമാണ് എന്നറിയപ്പെടുന്നത് അന്തരീക്ഷമർദ്ദം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 20ാമത്തെ ചോദ്യം. തിളച്ച മണ്ണിൽ കാൽനടയായി ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? ഓപ്ഷൻ സി ആണ്, പുതുച്ചേരി രാമചന്ദ്രൻ. 21ാം ചോദ്യം. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങൾ ഗണത്തിൽപ്പെടുന്നുവെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ്. ഓപ്ഷൻ എ ആണ്. 22ാം ചോദ്യം. ഇന്ത്യയുടെ ഏകദേശ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. കിഴക്ക് രേഖാംശം എന്ന് പഠിച്ചിട്ടുണ്ട്. കിഴക്കിൻ്റെ വേറൊരു പേരാണ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി കിഴക്ക് രേഖാംശം അഥവാ പൂർവ്വ രേഖാംശം. അടുത്ത 23ാം ചോദ്യം. താഴെ പറയുന്നതിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദിഭാഷ കൃതിയാണ്, ജീവകാരുണ്യ നിരൂപണം കൃതിയാണ്, ക്രിസ്തുമത സാരം കൃതിയാണ്, ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് ജാതിക്കുമ്മി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 24ാം ചോദ്യം. 1000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ പലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. PNR ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് കാണാൻ ഇക്വേഷൻ PNR ഡിവൈഡ് ബൈ 100 എന്നാണ് കേട്ടോ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ എത്രയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതാണ് പി എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട്. ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇവിടെ എത്രയെന്നറിയാം? 10% എന്നറിയാം. 10 ഡിവൈഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0. ബാക്കി എത്രയുണ്ട്? 100 × 5, 500 എന്ന് ഉത്തരം കിട്ടും. 500. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 25ാം ചോദ്യം. താഴെ തന്നിരിക്കുന്ന അതിവർഷമല്ലാത്ത വർഷം ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു എക്സാമിന് ചെയ്തിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷം ഏത് എന്നായിരുന്നു ചോദ്യം. ഇവിടെ എന്താണ് അതിവർഷമല്ലാത്ത വർഷം എന്നാണ് ചോദ്യം. അപ്പോൾ അതിവർഷം കാണാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടാണെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. അടുത്ത് അല്ലാത്ത വർഷമാണെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. 1200 ആണ് നമുക്ക് നൂറ്റാണ്ടായിട്ട് തന്നിട്ടുള്ളത്. നൂറ്റാണ്ടായിട്ട് തന്നിരിക്കുന്ന 1200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3 12. 4ൻ്റെ 3 ഇരട്ടിയാണ് 1200 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറ്റും. അടുത്ത് 1924 എടുക്കാം. 1924ൻ്റെ 24 നമുക്ക് ലാസ്റ്റ് വരുന്ന നമ്പർ. ലാസ്റ്റ് 24നെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 4 24. 6 4 24 എന്നറിയാം. പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. അപ്പോൾ ഇതും റെഡിയാണ്. അടുത്ത 1984 എടുക്കുക. 84 എന്ന് കാണുമ്പോഴേ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 4നെ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 8 4 എടുത്തു.
ഒരു 4 അപ്പോൾ 21. ഓക്കെ, അതും പൂർണ്ണമായിട്ട് കയറ്റുക. അപ്പോൾ ഇനി കഴിയാത്തത് ഏതാ? 42നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, പോയിന്റ് വരും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1942. അപ്പോൾ 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ VFA എക്സാം വേണം എന്നുള്ളവർ VFA എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.